ഒന്നൊരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അവരെ മുമ്പിൽ വരുന്ന ക്യാമ്പയിനുകളുടെ ഒരു പൊതു സ്വഭാവം കൂടി വെച്ചിട്ടാണ്. അല്ലാതെ ഓരോ മുന്നണിയും എന്ത് പറഞ്ഞു എന്നത് മാത്രമല്ലല്ലോ. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിനുണ്ടായിട്ടുള്ള വികസനം, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലുകൾ, രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം, ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും ബദൽ നയങ്ങൾ ആവിഷ്കരിച്ച് കിഫ്ബി അടക്കമുള്ളതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിരോധത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എന്ന നിലയ്ക്കാണല്ലോ വരുന്നത്. വെച്ചുകൊണ്ട് കേരളത്തെ ഒരു പൊതുവിൽ ഒരു എന്താ പറയുക വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ കുറച്ച് കാലമായി നടത്തുന്നത്. ഇത്തരം വിഷയങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പാകെ ക്യാമ്പയിനിലേക്ക് കൊണ്ടുവരുന്നത്. UDF ആവട്ടെ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ ചർച്ച തിരിച്ചു വിടുകയും അതിനപ്പുറത്തേക്ക് വേറെ ചില നരേറ്റീവ്സ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. ആ നരേറ്റീവ്സിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇമേജറീസ് സൃഷ്ടിക്കുക. ആ ഇമേജറീസിൻ്റെ ഭാഗമായി ന്യൂനപക്ഷത്തെ ആകെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, UDFൻ്റെ ഒരു പൊതു ക്യാമ്പയിനിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും കൂടി ചെയ്തു. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പൊതുവെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് സംഘടന വളരെ ചെറിയൊരു സംഘടനയാണ്. കേരളത്തിൽ അത്ര വലിയ സ്വാധീനമുള്ള സംഘടനയല്ല. പക്ഷേ അവരെ കയ്യിലുള്ള മാധ്യമം, ദിനപത്രം, അതുപോലെ തന്നെ മീഡിയ വൺ ചാനൽ തുടങ്ങിയിട്ടുള്ള ചില സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കേരളത്തിൽ വലിയ രൂപത്തിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ, ആശയപരമായി ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിന് ഒരു കൃത്യമായൊരു വേദി ആയി UDF മാറുകയും കൂടി ചെയ്തു. അപ്പം യഥാർത്ഥത്തിൽ രണ്ട് തരം ക്യാമ്പയിനുകളാണ്. ഒന്ന് വികസനത്തിനെയും അതുപോലെ തന്നെ വർഗീയതയുടെ ഭീഷണികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാമ്പയിൻ, മറുവശത്ത് ഒരു ഫാൾസ് നാരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തെ ഏകീകരിപ്പിക്കാനുള്ള മറുവശത്തുള്ളൊരു ക്യാമ്പയിൻ. ഈ ക്യാമ്പയിന് ഇടയിൽ തന്നെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ളത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളാണ് എന്ന് പറയുന്ന ഒരു നാരേറ്റീവ് ഉണ്ടാകുക. ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി രണ്ട് കൂട്ടരും ശ്രമിച്ചത്. ഇതിൽ ഏത് നരേറ്റീവാണ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയത് എന്നതാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ റിസൾട്ട് പ്രതിഫലിക്കേണ്ടത്. ഇപ്പോൾ എക്സിറ്റ് പോള് റിസൾട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ അതിനെ വിലയിരുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. കാരണം എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു കാലത്തും എക്സിറ്റ് പോള് കൃത്യമായി പ്രതിഫലിച്ചിട്ടില്ല. അത് പ്രതിഫലിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഒന്ന്, പൊതുവേ ഈ പറയുന്ന ഉത്തരേന്ത്യൻ സ്ഥാപനങ്ങളാണല്ലോ ഈ എക്സിറ്റ് പോളുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോഴും ചില പരിമിതി അവർക്കുണ്ട്. ഞാൻ അവരുടെ ശാസ്ത്രീയതയൊന്നുമല്ല കാണുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഓരോ ജില്ലയെടുത്ത് അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന സ്ഥാനം പരിശോധിക്കുക. കാസർഗോഡ് ജില്ലയുടെ തലസ്ഥാനം കാസർഗോഡ്, കണ്ണൂർ ജില്ലയുടെ തലസ്ഥാനം കണ്ണൂർ, വയനാടിൻ്റെ തലസ്ഥാനം കൽപ്പറ്റ, കോഴിക്കോടിൻ്റെ തലസ്ഥാനം യഥാർത്ഥത്തിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലമാണ്, മലപ്പുറം ജില്ലയുടെ തലസ്ഥാനം മലപ്പുറം, പാലക്കാട് ജില്ലയുടെ തലസ്ഥാനം പാലക്കാട് നഗരം, തൃശ്ശൂർ ജില്ലയുടെ തലസ്ഥാനം തൃശ്ശൂർ നഗരം, എറണാകുളം ജില്ലയുടെ തലസ്ഥാനം എറണാകുളം നഗരം, കോട്ടയത്തിൻ്റെ തലസ്ഥാനം കോട്ടയം, ഇടുക്കിയുടെ തലസ്ഥാനം ഇടുക്കിയാണെങ്കിലും പലപ്പോഴും സർവേകളും കക്ഷികളൊക്കെ ചെല്ലുക തൊടുപുഴയിലാണ്, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം വിടുക, തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഇത്രയും നഗരങ്ങൾ എടുത്താൽ ഇത് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിൻ്റെ സിമ്പലാണോ? പൊതുരാഷ്ട്രീയത്തിൻ്റെ സൂചനകൾ അവിടെ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊതുരാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ റിഫ്ലക്ഷൻ ഈ പറയുന്ന നഗരങ്ങൾ കാണിക്കുന്നില്ല എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വേരിയേഷൻ റിസൾട്ടും എക്സിറ്റ് പോളും തമ്മിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാരോ മാർജിനിൽ അധികാരത്തിലേക്ക് വരുമെന്നാണ് കാണിച്ചത്. പക്ഷെ നാരോ മാർജിനിലല്ല വന്നത്, നല്ല മാർജിനാണ്. 99 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാർജിനല്ലല്ലോ. 2016 ഇലക്ഷനിലെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നല്ല. പല എക്സിറ്റ് പോളുകളും കാണിച്ചത് UDF തന്നെ തുടരുമെന്നാണ്. 1-2 സർവ്വം മാത്രമേ LDF കടന്നു വരാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ പോയിന്റ് എന്ന് കുറച്ചുകൂടി താഴേക്ക്
ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുകയാണെങ്കിൽ മിഡിൽ പോയിന്റ് കുറച്ചുകൂടി താഴേക്കാണ് കാണിക്കുന്നത്. ഒരു 90 സീറ്റ് കിട്ടി ജയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മിഡിലേക്ക് എത്തിയപ്പോൾ 98-99 സീറ്റിലേക്ക് എത്തി. ഇപ്പോഴത്തെ എക്സിറ്റ് പോളിൻ്റെ സ്വഭാവം എന്താ? യഥാർത്ഥത്തിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്നാണ് എക്സിറ്റ് പോൾ കാണിക്കുന്നത്. ചില ചാനലുകൾ ഒരു 65 താഴെ പോകുന്നു, വേറെ ചിലത് 68 വരെയൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ബാക്കി എല്ലാവരെക്കാട്ടും ജനസമ്മതി ഉണ്ട് എന്നാണ് എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത്. ഒരു ആൻറ്റി ഇൻകുമൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഉണ്ട് എന്ന് കാണിക്കാവുന്ന സൂചനകളൊന്നുമില്ല. അപ്പോൾ 10 വർഷം ഭരിച്ചൊരു ഗവൺമെൻറ് ആണല്ലോ, ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരം ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള വികാരമൊന്നും എക്സിറ്റ് പോളിൻ്റെ ഒരു റിസൾട്ടിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം ഇതൊരു എന്താ പറയുക, ആര് ഭരിക്കും എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സൂചനയായിട്ട് ഞാനിപ്പോഴും എക്സിറ്റ് പോളിനെ കാണുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. കാരണം ഈ പറയുന്നൊരു ബയാസ് എക്സിറ്റ് പോളുകൾക്ക് വന്നുപെടുന്നുണ്ട്. അതിപ്പം ഇവരെവിടെ സർവേ ചെയ്തു എന്നൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. പക്ഷെ ആ ഒരു പരിമിതിയുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിച്ചതുപോലെ ഇപ്പം UDF അങ്ങ് അധികാരത്തിൽ വരുന്നു എങ്കിൽ എന്തുകൊണ്ട് വരുന്നു? കോഴിക്കോട് കോർപ്പറേഷൻ കഷ്ടിച്ചാണല്ലോ LDF ജയിച്ചത് അല്ലേ? തൃശ്ശൂർ, എറണാകുളം, കണ്ണൂർ കോർപ്പറേഷനുകൾ UDF അല്ലേ? കൊല്ലവും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി BJP വന്നല്ലോ. ജനങ്ങൾ ചില വ്യാമോഹങ്ങൾക്ക് അടിപ്പെട്ടിട്ടാണല്ലോ ആ തെരഞ്ഞെടുപ്പ് വന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? കൊച്ചി കോർപ്പറേഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ ഈ ഉണ്ടായിട്ടുള്ള ഭരണമാറ്റം ഗുണകരമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞാൻ എന്തെങ്കിലും എൻ്റെ രാഷ്ട്രീയം വെച്ചിട്ട് പറയുന്നതല്ല. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് അവർക്ക് ഉള്ള ചില ചുമതലകളുണ്ടല്ലോ. ഏറ്റവും കുറഞ്ഞത് മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള ചുമതലകളുണ്ടല്ലോ. കുടിവെള്ളം, തെരുവിളക്ക്, മാലിന്യ സംസ്കരണം അടക്കം മാൻഡേറ്ററി ആയി ചില ചുമതലകളുണ്ടല്ലോ. ആ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അത് മറ്റാരുടെയെങ്കിലുമൊക്കെ കുറ്റമാണ് എന്ന് പറയുന്ന രൂപത്തിലേക്കാണല്ലോ. കേരളത്തിലെ ഇപ്പം വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിനാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിനായിരിക്കുമ്പോൾ പോലും കോർപ്പറേഷൻ അതിനകത്ത് റോളുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തെരുവുവിളക്കുകൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചുമതലയാണെന്ന് പറയാം. പക്ഷേ ആ തെരുവുവിളക്കുകളുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. കോർഡിനേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു കോർഡിനേഷൻ്റെതായ പ്രശ്നങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളും കോർപ്പറേഷനുമായിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ഒരിക്കലും ആരും പറയുന്നില്ല. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പം ജനങ്ങൾ ഒരു തരം വ്യാമോഹത്തിൽ അകപ്പെട്ട് കുറേ കാലം നിങ്ങൾ ഭരിച്ചില്ല, എന്നാൽ പിന്നെ വേറൊരു മാറ്റം എന്ന രൂപത്തിലൊക്കെ ചിന്തിച്ചുകൂടാന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അപക്വമായിട്ട് കാര്യങ്ങൾ കാണുന്നവരാണ് എന്ന് നമുക്ക് അങ്ങനെ പൂർണ്ണമായും കാണാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും വളരെ പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു ജനതയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി അവർ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഫ്രാഞ്ചൈസി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ രേഖപ്പെടുത്തിയ ഫ്രാഞ്ചൈസി ഒരു സംശയവുമില്ല അവർ കുറേ കൂടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം UDF അധികാരത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി അഥവാ വന്നാൽ ജനങ്ങളുടെ മാൻഡേറ്റ് അതാണ് എന്ന് മനസ്സിലാക്കുക. ഗവൺമെൻറ് ഏത് വന്നാലും കേരളത്തിനെ കൊണ്ട് ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ഈ പറയുന്ന UDF ഗവൺമെൻറ്റിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിയാതെ വരുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വരും കാലങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി വ്യക്തമാവുകയും ചെയ്യും.